കോൺഗ്രസിനും ബി.ജെ.പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വനിതാ സംവരണ ബില്ല് ബി.ജെ.പിയുടെ അപഹാസ്യ നാടകമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് വെറും അധികാരമോഹികളാണെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ലോക്സഭാ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും രാജ്യത്തിന്റെ പ്രഥമ പൗരയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിയ ബി.ജെ.പിയാണ് വനിതകൾക്കായി നാടകം കളിക്കുന്നത്. വനിതകൾക്ക് അംഗത്വമില്ലാത്ത RSS നയിക്കുന്ന ബി.ജെ.പി സർക്കാർ ആദ്യം അതിന് മറുപടി പറയണം. ഒപ്പം രാഷ്ട്രീയ കാപട്യത്തിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. അംഗത്വം പോലും കൊടുക്കാതെ സ്ത്രീയെ കാതങ്ങൾ അകറ്റി നിർത്തുന്ന RSS നയിക്കുന്ന ബി.ജെ.പി പറയുകയാണ് ഞങ്ങൾ നാരികൾക്ക് വേണ്ടിയുള്ള മഹത്വം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നാരി ശക്തികളുടെ പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയെന്ന് ആ പാർട്ടി എത്രമാത്രം തട്ടിപ്പിന്റെ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. എപ്പോഴും മോദി പറയും പാർലമെന്റ് എന്നാൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണെന്ന്. ആ ശ്രീകോവിലിൽ ലവലേശം ആത്മാർത്ഥതയില്ലാതെ പൊള്ളയായ സ്ത്രീ പ്രേമം പറയുമ്പോൾ ഏറ്റവും മഹത്തായ സ്ഥാനമുള്ള രാഷ്ട്രപതിയെ കണ്ടില്ല. ആ രാഷ്ട്രപതി ഒഴിവാക്കിയിട്ടാണ് നാരീ മഹാത്മ്യം പറഞ്ഞ മോദി ഈ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനത്തിൽ പെരുമാറിയത്. ദ്രൗപദി മുർമു ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. ദ്രൗപദി മുർമു ഒരു ആദിവാസിയാണ്, അതാണോ അയോഗ്യത? ദ്രൗപദി മുർമു ഒരു വിധവയാണ്, അതാണോ അയോഗ്യത? സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി ചെയ്യുന്ന ഈ കളിയെല്ലാം ഇതിനു വേണ്ടിയാണ്. നാടകീയമായ വേഗതയിൽ അംഗത്വം കൂട്ടാൻ വേണ്ടിയാണ് പാർലമെന്റിലെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അധികാരത്തിനും സീറ്റിനുമായി തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് ആകെയുള്ള ഒരു കസേര 3ആയി വെട്ടിപ്പൊളിക്കുമെന്ന അവസ്ഥയാണെന്നും ബിനോയ് വിശ്വം പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും കിട്ടിയ റിപ്പോർട്ടിനെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ഞങ്ങൾ പറയുന്നു LDF പൂർണ്ണമായും വിജയപ്രതീക്ഷയിലാണ്. ടീം UDF എന്ന്. എന്ത് ടീം, എന്ത് UDF, എന്ത് കോൺഗ്രസ്, എന്ത് ഐക്യം? ആ പാർട്ടിക്ക് അധികാരമോഹമാണ്, കസേര കൊതിയാണ്. കസേര ഒന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന നേതാക്കന്മാരൊക്കെ പോകുന്ന പോലെ പോയാൽ ആ കസേരയെ 3ആക്കി വെട്ടിമുറിക്കേണ്ടി വരും. TCV തൃശൂർ.